ലഹരി മരുന്നുകളുടെ സ്വാധീനം തടയുന്നതിനും പൊതുജനങ്ങളിൽ ആരോഗ്യകരമായ ശീലങ്ങൾ വളർത്തുന്നതിനുമായി മലപ്പുറം കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ അഡിക്ഷൻ ഫീസ്റ്റ് എന്ന ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് അധികൃതർ മലപ്പുറത്ത് അറിയിച്ചു. നമുക്ക് ഈ ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് കുടുംബശ്രീ ജില്ലാ മിഷനും അതുപോലെ തന്നെ അതിന്റെ കീഴിൽ വരുന്ന സ്നേഹിത ജെൻഡർ ഡെവലപ്മെന്റ് പ്രോഗ്രാമുമായിട്ട് ചേർന്നിട്ട് ഒരു പുതിയൊരു പരിപാടി നമ്മളൊരു ആവിഷ്കരിച്ച് ചെയ്യുകയാണ്. അതായത് നമ്മൾ ഇത് ചെയ്യുന്നത് ലഹരിക്കും അതിക്രമങ്ങൾക്കുമെതിരെ അയൽക്കൂട്ടങ്ങൾ നടത്തുന്ന ഒരു പൂരം എന്നുള്ള പേരിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അയൽക്കൂട്ടങ്ങളുടെ നേതൃത്വത്തിൽ കുടുംബങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരിക്കെതിരെയുള്ള തീം അടിസ്ഥാനമാക്കിയുള്ള കായിക പരിപാടികൾ, ദൃശ്യ മാധ്യമ പ്രദർശനങ്ങൾ, ചർച്ചകൾ, അനുഭവങ്ങൾ പങ്കുവയ്ക്കൽ, സർവേകൾ, കൂട്ടായ്മകൾ, പുസ്തക ചർച്ചകൾ, ബോധവൽക്കരണ പരിപാടികൾ, പരിശീലനങ്ങൾ എന്നിവ സംഘടിപ്പിക്കുന്നതിലൂടെ ലഹരിക്കും അതിക്രമത്തിനും എതിരായ ശക്തമായ സന്ദേശം സമൂഹത്തിൽ എത്തിക്കുക തുടങ്ങിയ പരിപാടികളാണ് ക്യാമ്പയിന്റെ ഭാഗമായി നടക്കുക. വർദ്ധിച്ച ലഹരി ഉപയോഗം കാരണം സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ തടയുക, കുടുംബശ്രീ കുടുംബാംഗങ്ങളിൽ പ്രത്യേകിച്ചും കുട്ടികളിൽ ലഹരി മരുന്നുകളിൽ നിന്ന് മാറി അഭിരുചിക്കനുസൃതമായ നല്ല പ്രവർത്തനങ്ങൾ ഏർപ്പെട്ട് ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് മുന്നേറ്റം സാധ്യമാക്കുക, ലഹരി മരുന്നുകളുടെയും ഗുരുതരമായി പ്രചരിക്കുന്ന സിന്തറ്റിക് ലഹരി മരുന്നുകളുടെയും അപകട ഭീതിയെക്കുറിച്ച് ശക്തമായ അവബോധം പൊതുജനങ്ങളിൽ ഉണ്ടാക്കുക, ലഹരി ഉപയോഗത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് അറിവ് നൽകി അത് മറികടക്കാനുള്ള സർക്കാർ ഇതര സഹായ സംവിധാനങ്ങൾ പരിചയപ്പെടുത്തുക, സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ നയിക്കുന്ന അതിക്രമങ്ങൾ കണ്ടെത്തുന്നതിനായി സർവേ നടത്തുക തുടങ്ങിയാണ് ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത്. ക്യാമ്പയിന്റെ ഭാഗമായി അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ ജില്ലയിലെ അയൽക്കൂട്ടങ്ങൾ പ്രത്യേക യോഗം ചേരും. വാർഡ് ജില്ലാ പ്രോഗ്രാം മാനേജർ റൂബി രാജ്, ജെൻഡർ ഡെവലപ്മെന്റ് പ്രോഗ്രാം ഓഫീസർ സെറീന, ആസ്കർ കേസ് എന്നിവരും സംബന്ധിച്ചു. നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം. പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും. Dubai Gold and Diamonds, Pride of Generations, India, Oman, Bahrain.